ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്ലെയറിനും ലൂണയ്ക്കും കണ്ടില്ലേ, ലൂണയ്ക്കും ബ്രീഡ് ചെയ്യാനുള്ള സമയമായി എന്നാണ് ഉണ്ണിക്കുട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് അത് ബ്രീഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പാത്രത്തിലാണ് നമ്മൾ അതിനെ ബ്രീഡ് ചെയ്യാൻ വയ്ക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തത്. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പുതിയൊരു ചെറിയ ടാങ്ക് വാങ്ങാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഉണ്ണിക്കുട്ടാ, പൈസ എൻ്റെ കയ്യിലില്ല കേട്ടോ. പൈസ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും അവരുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 500 രൂപയുണ്ടെന്ന് പറയുന്നത്. ഉണ്ണിമോളുടെ കയ്യിൽ 300 ഉണ്ടെന്ന് പറയുന്നത്. അവർ നേരത്തെ ശേഖരിച്ച് വെച്ച പൈസയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പോയിട്ട് ഒരു ചെറിയ ടാങ്ക്, അതായത് ഇതിനെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ള, അതായത് മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ആക്കി ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ടാങ്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഗൈസ് ടാങ്ക് ഒന്ന് വാങ്ങിയിട്ട് വരാം. പോലെ ഉണ്ണിക്കുട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ എന്താ ഫ്ലെയർ ഉഷാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂണ കണ്ടില്ലേ, ലൂണ ഉണ്ണിക്കുട്ടൻ പറയുന്നത് അതിൻ്റെ വയറിൽ നിറയെ മുട്ടയാണെന്നാണ്. എനിക്കറിയില്ല ഗൈസ്. ലൂണയുടെ വയറ് ചെറുതായിട്ടൊന്ന് വീർത്തിട്ടുണ്ട്. ഫ്ലെയർ ഉഷാറാണ്. ഇപ്പോൾ കണ്ടില്ലേ, അവൻ ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് രണ്ടുപേർക്കും ബ്രീഡ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ടാങ്ക് വാങ്ങിയിട്ട് വരാം. എന്നാൽ പോയാലോ? ടാങ്ക് വാങ്ങുന്നതിനായി നമ്മൾ ലൂണയെ വാങ്ങിയ ഫിഷ് വേൾഡിൽ തന്നെയാണ് കേട്ടോ പോയത്. അവിടെ പോയപ്പോൾ വിവിധ തരത്തിലുള്ള ധാരാളം ടാങ്കുകൾ കണ്ടു. പക്ഷേ നമ്മൾക്ക് ഇത്ര വിലപിടിപ്പുള്ള ടാങ്കുകളൊന്നും ആവശ്യമില്ലാത്തതിനാൽ വളരെ ചെറിയൊരു ടാങ്ക് വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫിഷിന് ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ട ഒരു ടാങ്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. കാണുന്ന ടാങ്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മളിനി നമ്മുടെ ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഉണ്ണിക്കുട്ടൻ പറയും. ഡ്രിഫ്റ്റ് വുഡ് വാങ്ങിയിട്ടുണ്ട്. അതെ, മരത്തിൻ്റെ 2 പീസ്. പിന്നെ ഇതൊരു കല്ലല്ല, ഈ പവിഴപ്പുറ്റ് പോലെ ഉള്ള ഒരു സംഭവം കേട്ടോ. അത് ഇതിനകത്ത് വെച്ചാൽ ഒത്തിരി ഭംഗി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ചെടിയുണ്ട് ഗൈസ്, ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് എനിക്കറിയില്ല കേട്ടോ. ഉണ്ണിക്കുട്ടനാണ് ഇതൊക്കെ വാങ്ങിയത്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് ആണ്, വെള്ളത്തിനകത്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്ലഡ് വേം ആണ് ഗൈസ്. പിന്നെ ഫൈറ്റർ ഫിഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് വേം എന്ന് പറയുന്നൊരു സംഭവം. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ട്. ഇതൊരു ഫുഡാണ് കേട്ടോ. അതായത് ഡ്രൈ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ, അതായത് ഫിഷിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഡ്രൈ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണെന്നാണ് അവർ പറഞ്ഞത്. ഇതിട്ട് കൊടുത്താൽ അവയ്ക്ക് നന്നായിട്ട് വളർച്ച ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. ചെടികളൊക്കെ വളരാനാണ്. പിന്നെ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൻഡും 1 കിലോ ആണ് കേട്ടത്. 1 കിലോയ്ക്ക് 50 രൂപയാണുള്ളത്. അപ്പോൾ അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഉണ്ണിമോളും ഉണ്ട്, ഉണ്ണിക്കുട്ടനും ഉണ്ട്. നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാം കൂടെ ഇതിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിഷിനെ ഇതിലേക്ക് വിടാം ഗൈസ്. അങ്ങനെ നമ്മൾ ടാങ്ക് കഴുകിയതിന് ശേഷം ചെറിയ തെർമോക്കോളിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മണൽ നമുക്ക് അതിലേക്ക് നിറയ്ക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിയ മണൽ അതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പതുക്കെ അതിനൊന്ന് പരത്തി സെറ്റാക്കി കൊടുക്കാം. മണൽ നമ്മളതിൽ പരത്തി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ആ മണൽ വിരിച്ചതിന് ശേഷം നമ്മൾ ആ വാട്ടർ പ്ലാന്റ് മണലിനിടയിൽ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പവിഴപ്പുറ്റ് പോലുള്ള സംഭവം അതും വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 മരത്തിൻ്റെ പീസുകളാണ്. ഇതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ണിക്കുട്ടൻ പതുക്കെ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. കാണാൻ നല്ല രസം.
അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം മണലൊക്കെ വിരിച്ചു, അതിനുശേഷം വാട്ടറിങ് പ്ലാന്റ് സെറ്റ് ചെയ്തു, പിന്നെ വുഡിൻ്റെ പീസൊക്കെ അതിൽ വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലെയറിനെ അതിനകത്ത് ഇടാൻ പോവാണ്. അവനൊന്ന് കാണിക്കൊണ്ടിരിക്കട്ടാ, കണ്ടില്ലേ? അവൻ ഈ ചെറിയ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ഈ ടാങ്കിലേക്ക് നമുക്ക് വിടാൻ പോവാണ്. ആൾ ഉഷാറാണ് കേട്ടോ, കണ്ടില്ലേ? നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഫ്ലെയറിനെ നമ്മുടെ ഈ പുതിയ ടാങ്കിലേക്ക് വിടാം ഗൈസ്. അങ്ങനെ നമ്മുടെ ഫ്ലെയറിനെ നമ്മൾ വാങ്ങിയിട്ട് വന്ന പുതിയ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൻ ആൾ ഉഷാറായിട്ട് നീന്തുന്നുണ്ട്, കാരണം നേരത്തെ ചെറിയൊരു ബൗളിലായിരുന്നല്ലോ, ഇപ്പോൾ അവൻ വലിയ ടാങ്കിലായതുകൊണ്ട് ഉഷാറായിട്ട് നീന്തുന്നുണ്ട്. അപ്പോൾ അവൻ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അവനിങ്ങനെ നീന്തി കളിക്കുന്നു, കണ്ടല്ലേ? അപ്പോൾ ഇനി നമ്മുടെ ലൂൺ അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെ ഒന്ന് അടുത്ത് വെച്ചതിന് ശേഷം അവരെ രണ്ടുപേരെയും കൂടെ ഒന്ന് അനക്കിയെടുക്കണം. അതിന് കുറച്ച് ദിവസമാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം വേണം ബ്രീഡിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ണിക്കുട്ടൻ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഫീഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രീസ് ഡ്രൈഡ് ബ്ലഡ് വേംസ് എന്ന് പറഞ്ഞിട്ട് ഇതിന് 190 രൂപയാണ് വില. അപ്പോൾ ഞാൻ ആ കടയിലെ ഷോപ്പിൽ അവരോട് ചോദിച്ചപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണ്, ഡ്രൈ ആക്കി വെച്ച പുഴുക്കളാണ്. ഇത് ഫൈറ്റർ ഫിഷ് പോലുള്ള കുഞ്ഞു മീനുകൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അതൊന്ന് തുറന്നിട്ട് നമ്മുടെ ഫിഷിനെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ അത് ആദ്യം തുറന്നപ്പോൾ മേലൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് ഗൈസ് അതിനകത്തുള്ളത്, കണ്ടില്ലേ? ഡ്രൈ ആയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണ്. ആദ്യം ആ ഫുഡ് ലൂണൊക്കെയാണ് കൊടുക്കുന്നത്. ലൂണ അത് കഴിച്ചുട്ടാ. ഇത് നമ്മുടെ ഫ്ലെയറിന് ഇട്ട് കൊടുക്കാം. ഉണ്ണിക്കുട്ടാ ഫ്ലെയറിനൊന്ന് ഇട്ട് കൊടുക്കുക. ഫ്ലെയറിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയറിന് അത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു, കഴിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ലൂണ കഴിക്കുന്നുണ്ട്. ലൂണ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കമൻ്റ് ഒന്ന് അറിയിക്കണേ.